ഇപ്പോൾ വന്ന് ശശി തരൂരിൻ്റെ കാര്യം വലിയ കോമഡിയായി മാറിയിട്ടുണ്ട്. ശശി തരൂര് BJPയുടെ മറ്റേ കോർപ്പറേഷൻ പിടിച്ചതിനെ വലിയ അഭിമാനകരമായ നേട്ടമെന്ന മട്ടിൽ അഭിനന്ദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും വെട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും വിവാദ പോസ്റ്ററുമായി ഡോക്ടർ ശശി തരൂർ MP. എന്താ സംഭവം എന്നറിയൂ? കോൺഗ്രസിൽ രാഹുൽ തരൂർ രണ്ട് ആശയങ്ങളാണെന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെ പിന്തുണച്ച് ശശി തരൂർ. കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പോസ്റ്റ് പ്രസക്തമാണെന്നും ശശി തരൂർ പറയുന്നു. പിയാസുനിലുണ്ട്. പിയാസുനിൽ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഒരു കൈ അകലത്തിൽ നിൽക്കുകയാണ് ശശി തരൂരിന് താമര. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ തരൂർ എന്നീ രണ്ടു പക്ഷമുണ്ട് എന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ പോകുന്നത്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ശശി തരൂർ അടുത്ത നീക്കം നടത്തിയിരിക്കുന്നത്. തരൂരിന്റെ നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക പിയാസുനിൽ? അരുൺ, രാഹുലിനൊപ്പമല്ല താൻ, രാഹുലിന്റെ ആശയങ്ങളോട് യോജിക്കുന്നതല്ല തന്റെ ആശയം, തന്റെ നിലപാട് എന്ന് ശശി തരൂർ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. അതായത് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നത് കോൺഗ്രസിൽ പ്രത്യശാസ്ത്രപരമായി രണ്ട് ആശയങ്ങൾ കാലാകാലങ്ങളായിട്ടുണ്ട്. ആ രണ്ട് ആശയങ്ങളുടെ രണ്ട് വക്താക്കളാണ് ഒരു വശത്ത് രാഹുൽ ഗാന്ധിയും മറ്റൊരു വശത്ത് ശശി തരൂരും എന്നത്. ഇതിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മാത്രമല്ല ഇതിനെ ഒന്നിച്ചു കൊണ്ടുപോകാനും കഴിയാത്തൊരു സാഹചര്യം കോൺഗ്രസിലുണ്ട് എന്നതാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത്. ഇത് പങ്കുവെച്ചുകൊണ്ടാണ് വളരെ പ്രസക്തമായ അഭിപ്രായമെന്ന് ശശി തരൂർ പറയുന്നത്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ശശി തരൂരിന്റെ നിലപാട്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്കിനോട് ശശി തരൂരിന് യാതൊരു യോജിപ്പുമില്ല. എന്നാൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ സ്വന്തം നിലയ്ക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ശശി തരൂർ തയ്യാറുമല്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുടർച്ചയായി സ്തുതിക്കുന്ന സമീപനം ശശി തരൂർ തുടരുന്നുണ്ട്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് തുടർച്ചയായി വിമർശിക്കുന്നുമുണ്ട്. ഏതായാലും ശശി തരൂർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പലപ്പോഴും കോൺഗ്രസിനെ ദേശീയ തലത്തിൽ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SARമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വിളിച്ചപ്പോൾ ആ യോഗത്തിൽ പോലും ശശി തരൂർ പങ്കെടുത്തില്ല. അപ്പോൾ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ശശി തരൂർ എടുത്തത്. ഏതായാലും ശശി തരൂർ വേഗത്തിൽ താമരയോട് അടുക്കുകയാണ് എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമല്ല തന്റെ അഭിപ്രായം എന്ന് ഒരിക്കൽ കൂടി ശശി തരൂർ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ്. ഒരർത്ഥത്തിൽ പിയാസുനിൽ അത് ഒരു സംഘപരിവാർ പോസ്റ്റാണ്, ഒരു സംഘപരിവാർ അനുകൂല കുറിപ്പാണ് ശശി തരൂർ പങ്കുവച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ആ നെറേറ്റീവാണ് തരൂർ പിന്തുടരുന്നത്. മാത്രമല്ല, രാഹുലിനെതിരെ തനിക്ക് ഒരേ അഭിപ്രായമല്ല എന്ന് പറയുമ്പോൾ രാഹുൽ നടത്തുന്ന ഒരു പോരാട്ടത്തിലും തരൂരിനെ കാണുന്നതുമില്ല. ഇപ്പോൾ വോട്ട് ചോരിയുടെ കാര്യത്തിലും തനിക്ക് എതിരഭിപ്രായമാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കോൺഗ്രസിന്റെ എല്ലാ നീക്കങ്ങൾക്കും താൻ എതിരഭിപ്രായമാണെങ്കിൽ താനൊരു കോൺഗ്രസ് അനുകൂല നിലപാടുള്ള ആളല്ല എന്ന് തരൂർ തുറന്നു പറയുകയാണ്. ഞാനൊരു കോൺഗ്രസുകാരനെ അല്ല എന്ന് തുറന്നു പറയുകയാണ് ശശി തരൂർ, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഏതായാലും കോൺഗ്രസ് ഇന്ന് ദേശീയ തലത്തിൽ ഏറ്റെടുക്കുന്ന വലിയ പ്രക്ഷോഭമാണ് SIR എന്ന് പറയുന്നത്. ഇന്നലെ ദില്ലിയിൽ രാംലീല മൈതാനിയിൽ വലിയ പ്രതിഷേധ പരിപാടി കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ചർച്ച ചെയ്യാനൊക്കെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് അംഗങ്ങളുടെ യോഗം കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നു. മാത്രമല്ല, ഇന്നലത്തെ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകുന്നുമില്ല. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന നിലപാടുകൾ, പ്രതിഷേധങ്ങൾ, അതിൽ നിന്നൊക്കെ തന്നെ ശശി തരൂർ അത് തന്റെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കുകയാണ്. ഇതല്ല കോൺഗ്രസിന് ഉണ്ടാകേണ്ട സമീപനമെന്ന് ശശി തരൂർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഒരു നിലപാടാണ്. ഏതായാലും ഇത് BJPയിലേക്ക് കൂടുതൽ ശശി തരൂർ അടുക്കുകയാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയാൽ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ സ്വന്തം നിലയ്ക്ക് ശശി തരൂർ ഒരു തീരുമാനം എടുക്കുന്നുമില്ല. കോൺഗ്രസ് ആണെങ്കിൽ തരൂർ അങ്ങനെ പറഞ്ഞു പൊക്കോട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് ആയിട്ട് തരൂരിനെ BJPയിൽ എത്തിക്കുന്ന ഒരു സമീപനം ഏതായാലും കോൺഗ്രസ് സ്വീകരിക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറയുന്നു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പല സമീപനങ്ങളും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് തുടരെ ആവർത്തിക്കുകയാണ്. ഓക്കെ, താങ്ക് യു പിയാസുനിൽ.